കല്യാണ ഫോട്ടോ കണ്ട് സംശയം തോന്നിയ ഇവന് തന്റെ കല്യാണം വെറുമൊരു അഭിനയമാണോ എന്ന് തോന്നി. അടുത്ത ദിവസം നേരിട്ട് ചോദിക്കാതെ അവൾ എന്താണ് ഒളിപ്പിക്കുന്നതെന്ന് കണ്ടെത്താൻ അവൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്നൊരു സർജറി ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞുമാറി. സംശയം തോന്നിയ ട്രൂമാൻ ഞാൻ നിനക്കായി പ്രാർത്ഥിക്കാം എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ ഒരു കള്ളച്ചിരിയോടെ വേഗം സ്ഥലം വിട്ടു. അവൻ രഹസ്യമായി അവളെ ആശുപത്രിയിലേക്ക് പിന്തുടർന്നു. നഴ്സുമാരും വീൽചെയറിലുള്ള രോഗികളും വഴിതടഞ്ഞെങ്കിലും മറ്റു വഴികളിലൂടെ അവനൊടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. എന്നാൽ അവിടെ അബോധാവസ്ഥയിലായിരുന്ന രോഗി പെട്ടെന്ന് എഴുന്നേറ്റിരുന്നതോടെ അതൊരു നാടകമാണെന്നും ഭാര്യ യഥാർത്ഥ ഡോക്ടറല്ലെന്നും അവന് ബോധ്യമായി. ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നത് ശ്രദ്ധിച്ച അവൻ സത്യമറിയാൻ റോഡിലിരുന്ന് ഷൂലേസ് കെട്ടുന്നതായി നടിച്ച് ആളുകളെ നിരീക്ഷിച്ചപ്പോൾ ലോകം മുഴുവൻ ഒരു ടൈം ലൂപ്പിലാണെന്ന് ഉറപ്പിച്ചു. അപ്പോൾ കൂട്ടത്തിൽ തന്നെ തുറച്ചു നോക്കുന്ന തൊപ്പിയിട്ട ഒരാളെ കണ്ട് ട്രൂമാൻ പിന്നാലെ ഓടിയെങ്കിലും ഒരു ബസ് വന്ന് വഴിമുടക്കി. തൊട്ടടുത്ത നിമിഷം വരാൻ പോകുന്ന വണ്ടി പച്ചനിറത്തിലുള്ളതാണെന്ന് അവൻ കൃത്യമായി പ്രവചിച്ചതോടെ സംശയം പൂർണ്ണ നിശ്ചയമായി മാറി. തുടർന്ന് അവൻ ഓടിക്കേറിയ ഒരു ഓഫീസ് കെട്ടിടത്തിൽ ആർക്കും അവനെ മനസ്സിലായില്ല. അവിടെ തുറന്ന ലിഫ്റ്റ് എലിവേറ്റർ ഒരു ടിവി ഷോയുടെ ബാക്ക് സ്റ്റേജ് ആണെന്ന് കണ്ട് എല്ലാവരും ഭയന്നു. അറ്റകുറ്റപ്പണിയാണെന്ന് പറഞ്ഞ് ഒരു സെക്യൂരിറ്റി ഗാർഡ് അവനെ പുറത്താക്കിയതോടെ താൻ കണ്ടത് സത്യത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് ട്രൂമാൻ തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ അവൻ ജീവിച്ചിരുന്നത് താവോയൂൺ എന്ന ഭീമാകാരമായ ഒരു സെറ്റിലായിരുന്നു. അവിടെ 6000-ഓളം ഒളിക്യാമറകൾ അവന്റെ ഓരോ നിമിഷവും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ലോകത്തെ 190 രാജ്യങ്ങളിലെ 200 കോടി ജനങ്ങൾ അവന്റെ ജനനവും ആദ്യത്തെ നടത്തവുമെല്ലാം തത്സമയം കണ്ടതാണ്. കടലും ആകാശവും ചുറ്റുമുള്ള മനുഷ്യരും പൊരുത്തപ്പെട്ട് 30 വർഷം കൂടെ ജീവിച്ച ഭാര്യയും വരെ വെറും വേഷങ്ങൾ മാത്രമായിരുന്നു. ആളുകൾക്ക് കൃത്രിമമായ പ്രകടനങ്ങൾ മടുത്തപ്പോഴാണ് ഒരു സംവിധായകൻ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയമായ ദി ട്രൂമാൻ ഷോ സൃഷ്ടിച്ചത്.